ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു കൊടുങ്കാറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. സ്റ്റോം എന്നാണ് ഇതിന് പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. 12,000-13,000 രൂപ റേഞ്ചിലൊക്കെ ബജറ്റ് റേഞ്ചിലൊക്കെ ഒരു ഫോൺ നോക്കുന്നവർക്ക് അടിപൊളിയായിട്ട് വരിക്കുന്ന രീതിയിലാണ് ഇവർ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഷോർട്ട് ആയിട്ടൊന്ന് പരിശോധിക്കാം ഇതിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ സ്റ്റോം ആയിട്ട് കൊടുങ്കാറ്റായിട്ട് മാറി ബാക്കിയുള്ളതൊക്കെ എന്തായിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഈ കാണുന്ന വലിയ ബോക്സിലാണ് അയച്ചിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഒരു സ്റ്റോം ഒക്കെ അതിൻ്റെ ഉള്ളിൽ കാണേണ്ടതാണ്. പക്ഷേ നമ്മുടെ കൊറിയർ സർവീസിന്റെ ഗുണം കൊണ്ടാണെന്ന് തോന്നുന്നു ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എന്തായാലും വേണ്ടില്ല, അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിനുള്ളിൽ നിന്ന് ഫോണിന്റെ ബോക്സ് ഇങ്ങോട്ട് വലിച്ചെടുത്താൽ ഈ കാണുന്ന രീതിയിലാണ് ബോക്സ്. ഓപ്പൺ ചെയ്യാം, ഫോൺ ദാ കയ്യിലോട്ട് കിട്ടുന്നു. നല്ല ഡിസൈൻ ഒക്കെ ആയിട്ടുണ്ട്. S23 സീരീസിന്റെ, സാംസങ്ങിന്റെ ആ സീരീസിന്റെ ഒരു സ്റ്റൈലായി പോയി ക്യാമറ മോഡ്യൂൾ. പക്ഷേ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഗ്ലാസ് ഡിസൈൻ ഒക്കെ കൊടുത്തുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. താഴെ സ്പീക്കറിലും ടൈപ്പ് സി പോർട്ടും മെയിൻ മൈക്രോഫോണും 3.5mm ജാക്ക് അടക്കമുണ്ട്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, 2 സിം മെമ്മറി കാർഡ് ഒരേ സമയം ഉപയോഗിക്കാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ, വോളിയം ബട്ടൺ. ഡിസൈൻ വൈസ് നന്നായിരിക്കുന്നു. ഫ്രണ്ടിലേക്ക് വന്നാലും പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു നല്ല ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഡിസൈൻ വൈസ് ഇവർ പേര് കൊടുത്ത പോലെ അത്യാവശ്യം നല്ലൊരു സ്റ്റോം ഒക്കെ ആയിട്ടുണ്ട്. പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കയ്യിലോട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാം ക്ലീൻ ആണ്. ബ്ലോട്ട് വയേഴ്സ് ഇല്ല. 12,500 രൂപയ്ക്ക് ഓഫറിൽ കിട്ടുന്ന 12,000 രൂപയ്ക്ക് ഓഫറിൽ 12,000 രൂപയ്ക്ക് കിട്ടുന്ന ഫോണിൽ നമുക്ക് പരസ്യങ്ങളൊന്നുമില്ല, എന്നിട്ട് ഇത്രയും നല്ലൊരു ഡിസൈനും, അത് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. BGMI, Asphalt 9 വർക്ക് ചെയ്യുമോ നോക്കണ്ടേ. BGMI ഞാനിവിടെ കളിച്ച് നോക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. Dimensity 6080 എന്ന പ്രോസറാണ്. അതിൻ്റെ ഒപ്പം തന്നെ 8GB RAM 128GB സ്റ്റോറേജും വരുന്നുണ്ട്. Android 13 വരുന്നത്. 1 ഇയർ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുന്നുണ്ട്. ആ ഒരു പ്രൈസ് ആയതുകൊണ്ട് നമുക്ക് 1 ഇയർ ഒക്കെ ഓക്കെ എന്ന് പറയാല്ലേ. Android 13 ഓൾറെഡി Android 14 ആയി കഴിഞ്ഞു. ഇപ്പോൾ എങ്കിലും പോട്ടെ, ഒരു അപ്ഡേറ്റ് 1 വർഷത്തേക്കും തരുന്നുണ്ടല്ലോ. Asphalt 9 ഗെയിം നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ നോർമൽ യൂസിനായാലും അത്യാവശ്യം ചെറുകിട ഗെയിമിങ്ങിനായാലും ഈ ഒരു ഫോണിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു അവസ്ഥയുണ്ട്. ക്യാമറ 50 മെഗാപിക്സലിന്റെ ക്യാമറ സെറ്റപ്പാണ്. ഡുവൽ ക്യാമറയാണ് വരുന്നത്. ഇമേജുകൾ നിങ്ങൾ ഈ കാണുന്ന പോലെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സെൽഫി ഇമേജുകൾ. ഞാൻ പല ലൈറ്റിംഗ് കണ്ടീഷനിലും മാറി ഉപയോഗിച്ച് നോക്കുമ്പോഴും എനിക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. ആ ഒരു വിലയ്ക്ക് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ സെൽഫികൾ കണ്ടിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ നോക്കുക. മെയിൻ ക്യാമറയുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും പല ലൈറ്റിംഗ് കണ്ടീഷനിലും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫോട്ടോസ് തന്നെയാണ് കിട്ടിയത്. ചില സമയത്തൊക്കെ ഫോക്കസ് ആവാൻ ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നി, എങ്കിലും കിട്ടിയ റിസൾട്ടുകൾ ഈ കണ്ട പോലെയാണ്. വീഡിയോ ക്വാളിറ്റി ഇതായി കാണുന്ന തരത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. സോ 12 രൂപ റേഞ്ചിൽ ഒരു ഫോൺ കിട്ടുകയാണെങ്കിൽ, ഇത് ഓഫറിൽ കിട്ടുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാന്ന് പറയാൻ തോന്നുന്നു. പക്ഷേ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് വേണോ വേണ്ടിയെന്നൊക്കെ. പിന്നെ ഇതിന്റെ ബാറ്ററി വരുന്നത് 5000 mAh ആണ്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. സോ ആ വിലയ്ക്ക് അതും സെറ്റപ്പ് ആണ്. ഇനി ഇതിന്റെ ഡിസ്പ്ലേ 6.78 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൺലൈറ്റ് വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഔട്ട്ഡോർ ഒക്കെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോഴും വലിയ അപാകതകളൊന്നും ഞങ്ങൾക്ക് ഫേസ് ചെയ്തില്ല. ബാക്കിയുള്ള വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്രശ്നമൊന്നുമില്ല. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ക്വാളിറ്റി ഒക്കെ തരുന്നുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. LCD ഡിസ്പ്ലേ ആണ്, ഫുൾ HD ഡിസ്പ്ലേ ആണ്, 120 Hz ഡിസ്പ്ലേ ആണ്. സോ അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ട്. ഒരു AMOLED കൊടുത്തിട്ടില്ല, പക്ഷെ ആ ഒരു വിലയ്ക്ക് ഓക്കെ എന്ന് പറയാല്ലേ. പിന്നെ ഞാൻ പറഞ്ഞ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്. ഡുവൽ സിം 5G ആണ്. 8 5G ബാൻഡ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഭാഗത്തും അപാകതകളൊന്നുമില്ല. പിന്നെ ഇവരെ ബോക്സിൽ സർവീസിന്റെ ഒരു സംഭവം നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഹോം സർവീസ് അടക്കം കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ അവർ വീട്ടിൽ വന്ന് കംപ്ലൈൻറ്റ് തീർത്ത് തരും. ഇനി അതല്ലെങ്കിൽ തന്നെ ഇതനുസരിച്ച് പറയുന്നത് മേജർ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ആണെങ്കിൽ സർവീസ് സെൻ്ററിലേക്ക് എടുത്തുകൊണ്ട് പോയി സർവീസ് ചെയ്ത് തരുമെന്നാണ്. ഹോം സർവീസാണ്, നിങ്ങൾ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല സർവീസ് ചെയ്യാൻ. ലാബ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ സർവീസ് കിട്ടുന്നുണ്ടോ കൃത്യമായിട്ട്? മുമ്പും പല ഫോണുകളിൽ ഇത് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഓഫറിംഗ് ഒക്കെ ഉണ്ട്. ബോക്സിൽ ചാർജർ, കേബിൾ, കേസ് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇതിന്റെ വില ആക്ച്വലി 13,499 ആണെങ്കിലും 1,500 ബാങ്ക് ഓഫർ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 12,000 രൂപയ്ക്ക് സംഭവം കിട്ടും. ആ വിലക്കെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു നല്ല സ്റ്റോം ആയെന്ന് തന്നെ പറയാം. ബട്ട് നിങ്ങളാണ് പറയേണ്ടത് മൊത്തത്തിൽ ഇത് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, റെക്കമെൻഡ് ചെയ്യുമോ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ? എന്താ നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സോ എൻ്റെ ഒരു ഷോർട്ട് എക്സ്പീരിയൻസ് ഈ ഫോണിൻ്റെ നോക്കുമ്പോൾ ആ വിലയ്ക്ക് തീർച്ചയായിട്ടും ഡീസൻ്റ് ആണ്. ലാഭ കൊള്ളാം. സോ അത്രയുമാണ് ലാവ സ്റ്റോം 5G ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.